മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആയിഷ എന്ന സിനിമയ്ക്ക് ശേഷം ആമിർ പള്ളിക്കൽ ഒരുക്കിയിട്ടുള്ള എക്സ്ട്രാ ഡീസൻറ്റ് ED ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിമൈസും കോൺഫ്ലിക്റ്റും ഉള്ള സിനിമയാണ്. സെൻട്രൽ കോൺഫ്ലിക്റ്റിൻ്റെ പ്രത്യേകത കാരണം സിനിമയിൽ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആകമൊത്തത്തിൽ ഒരു ഷേപ്പ് വരാത്ത രീതിയിലാണ് സ്ക്രിപ്റ്റ് കഥയെ അവസാനിപ്പിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സൈക്കോ കളികൾ നമ്മളെ രസിപ്പിക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ആവശ്യത്തിലധികം സിനിമ സുരാജിലേക്കും ആ കഥാപാത്രത്തിലേക്കും പോകുന്നത് പോലെ തോന്നി. ആകമൊത്തത്തിൽ നോക്കുമ്പോൾ സാമാന്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോൺസെപ്റ്റ് തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച ഒരു സിനിമയാണ് എക്സ്ട്രാ ഡീസൻറ്റ് അഥവാ ED. ബിനുവാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുന്ന ഒരു നാണം കുടുങ്ങിയായ ചെറുപ്പക്കാരനാണ് ബിനു. അച്ഛൻ എപ്പോഴും വഴക്ക് പറയുന്ന അത്ര ഓർക്കാൻ സുഖകരമല്ലാത്ത ഒരു കുട്ടിക്കാലമാണ് ബിനുവിനുള്ളത്. ഒരു ഘട്ടത്തിൽ താൻ കുട്ടിക്കാലത്ത് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സമയത്ത് തൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ബിനു തിരിച്ചറിയുകയും അത് അയാളെ അതിഭീകരമായിട്ട് അപ്സെറ്റ് ആക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ EDയിൽ കാണുന്നത്. ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇതൊരു സൈക്കോ സ്റ്റോറിയാണെന്നത്. നമ്മൾ സിനിമകളിൽ പലപ്പോഴും ഗ്ലോറിഫൈ ചെയ്യാറുള്ള ബന്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും പൊളിച്ചെടുക്കാൻ ആഷിഫ് കക്കോടി തിരക്കഥയിലൂടെ ശ്രമിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഒരു കഥാപാത്രത്തിൻ്റെയും സൈഡ് എടുക്കാതെ എംപതി ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പിന്തിരിപ്പ മെൻറ്റാലിറ്റിയും അയാളുടെ പകയുടെ സില്ലിനെസ്സും പിന്നെ ബിനുവിനെ ട്രിഗർ ചെയ്യുന്ന കാര്യം നമ്മൾ പൊതുവെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൊറാലിറ്റിയുടെ പ്രൊഡക്റ്റാണെന്ന കാര്യവുമൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് തിരക്കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെ സിനിമ വല്ലാതെ സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ മേലെ പറഞ്ഞ പോലത്തെ തീമാറ്റിക് എലമെൻറ്റ്സ് വന്ന് സിനിമയെ ചെറുതായി ഒന്ന് രക്ഷിക്കുന്നുണ്ട്. ക്ലീൻ ഷേവ് ലുക്കിൽ സുരാജ് വെഞ്ഞാറമൂട് സൈക്കോ കഥാപാത്രമായി വളരെ കൺവിൻസിംഗ് ആയി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. സൂക്ഷ്മബുദ്ധിയോടെ കാര്യങ്ങൾ സ്റ്റേജ് ചെയ്ത് താൻ ഉദ്ദേശിച്ച കാര്യം ബിനു നേടിയെടുക്കുന്ന പല സീനുകളിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണ്. നല്ലവനായ ഉണ്ണിയിൽ നിന്ന് പുള്ളി ട്രാൻസ്ഫോം ചെയ്യുന്നത് വളരെ സട്ടിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ ചേഞ്ചിൽ വരെ നമുക്ക് ചിരി വരും. സുധീർ കരമന പുള്ളിയുടേതായ സ്ഥിരം ശൈലിയിൽ അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വിനയ പ്രസാദ് ശ്രീജ രവിയുടെ ഡബ്ബിങ്ങിൻ്റെ സഹായത്തോടെ അവരെ ഏൽപ്പിച്ച കാണാൻ സുമുഖയും എന്നാൽ പൊട്ടിക്ക് സൈക്കോയും ആയിട്ടുള്ള അമ്മ കഥാപാത്രത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഗ്രേസ് ആൻ്റണിക്ക് ലഭിച്ചിട്ടുള്ള കഥാപാത്രം ഈ അടുത്തായിട്ട് ഗ്രേസിന് കിട്ടുന്ന ക്യാരക്ടേഴ്സിന് സിമിലർ ആയിട്ടുള്ളതാണ്. അത്തരം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഗ്രേസിനൊരു നാക്കുള്ളത് കൊണ്ട് ആ പെർഫോമൻസും നല്ലതായിരുന്നു. പ്രേമലു ഫെയിം ശ്യാം മോഹൻ തന്നെ ഏൽപ്പിച്ച കഥാപാത്രം വൃത്തിയിൽ അവതരിപ്പിച്ചു. റാഫി സ്വതസിദ്ധമായ ശൈലിയിൽ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വിനീത് തട്ടിൽ ഡേവിഡും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. തങ്ങളുടെ രണ്ടാമത്തെ സിനിമയിൽ ആമിർ പള്ളിക്കലും ആഷിഫ് കക്കോടിയും പൂർണ്ണമായും വേറെ ഒരു ജോണറാണ് പരീക്ഷിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം സമയവും ഇന്റീരിയറിൽ നടക്കുന്ന സിനിമയിലെ സിനിമാറ്റോഗ്രാഫി ലെൻസിങ്ങിനെയും വാൾ കളറിനെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു എക്സെൻട്രിക് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. എഴുത്തിൻ്റെ പേസിങ് അത്ര കൺസിസ്റ്റൻ്റ് അല്ല എന്നതാണ് ഒരു പ്രശ്നം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി ജനറിക്കായ പലതും കയറി വരും. ഡയലോഗ് ഹ്യൂമറും സിറ്റുവേഷൻ ഹ്യൂമറുമാണ് സത്യം പറഞ്ഞാൽ വീക്കാകുന്ന സ്ഥലങ്ങളിൽ സിനിമയെ പിടിച്ചു നിർത്തുന്നത്. ഡാർക്ക് ഹ്യൂമർ ഷെയ്ഡ് പിടിക്കാൻ നോക്കുന്ന സിനിമ സ്നേഹനിധിയായ അച്ഛനമ്മമാർ, ഉത്തരവാദിത്തമുള്ള മക്കൾ ടൈപ്പ് ഗ്ലോറിഫൈഡ് ട്രോപ്പുകളെ സ്ക്രിപ്റ്റ് വഴി ട്രോളുന്നുണ്ട്. ഈ കഥാപാത്രങ്ങൾ അവർ ചെന്നെത്തിയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാൻ നമുക്ക് അത്യാവശ്യം ക്യൂരിയോസിറ്റി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥയ്ക്കൊരു ഷേപ്പ് കൊടുക്കുന്നതിനേക്കാൾ തിരക്കഥ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ കഥാപാത്രം ഏതറ്റം വരെ പോകുമെന്ന് കാണിക്കുന്നതിനാണ്. ED അഥവാ എക്സ്ട്രാ ഡീസൻറ്റ് തരക്കേടില്ലാത്തൊരു കോമഡി സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പെർഫോമൻസും ആ കഥാപാത്രത്തിൻ്റെ വിശ്വസിക്കാൻ പറ്റാത്ത മൂഡ് സ്വിങ്സും പടം എങ്ങോട്ട് പോകും എന്നറിയാൻ നമ്മളെ ഒരു പരിധിവരെ പിടിച്ചിരുത്തുന്നുണ്ട്. വളരെ കെയോട്ടിക് ആയിട്ടുള്ള സിനിമയുടെ ക്ലൈമാക്സ് കുറച്ചുകൂടെ പൂർണ്ണതയുള്ള ഒന്നാകുമായിരുന്നെങ്കിൽ ED കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത തരം ഒരു സൈക്കോ കോമഡി ആയേനെ.